ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബ്രെഡ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ ഇത് ഞാൻ 20 ബ്രെഡിന് വേണ്ടിയിട്ടുള്ള കണക്കാണ് കേട്ടോ. അപ്പോൾ 2 മുട്ടയും നമ്മൾ ഇതിൽ കുറച്ച് 10 ബ്രെഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പകുതിയായിട്ട് എടുത്താൽ മതി. ഒരു മുട്ടയും അതുപോലെ 1/2 കപ്പ് പാലും എടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ മോനും ഇതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അവനും മുട്ട പൊട്ടിക്കണമെന്നൊരേ വാശിയിൽ മുട്ടയൊക്കെ പൊട്ടിച്ച് മിക്സൊക്കെ ചെയ്യാൻ അവനും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്നതൊക്കെ എൻ്റെ മോനാണ് കേട്ടോ. ഞാൻ സ്പൂൺ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സിലോട്ട് ബ്രെഡ് അതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അതുപോലെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട് അടുത്ത സൈഡിലൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സൈഡും നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേൽഭാഗം ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് ആ സൈഡിലൂടെ നമുക്ക് വേണമെങ്കിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഞാൻ അടുത്ത സൈഡിലൂടെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിലൂടെ ഞാൻ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് ഈ സൈഡിലൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞ് ബാക്കിയും കൂടെ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോവുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.